കാനഡയിലെ വിവിധ പ്രൊവിൻസുകളിലെ വേതന വർധനവ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും കാണാൻ സാധിക്കുന്നത് ഒണ്ടേരിയോയിൽ 17.20 ഇപ്പോഴത്തെ മിനിമം വേജസ് എന്ന് പറയുന്നത്. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ 16, സസ്കച്ചുവാനിൽ 15, മാനിറ്റോബയിൽ 15.80 ആണ് ഇപ്പോഴത്തെ മിനിമം വേജസ് ഉള്ളത്. ആൽബർട്ടയിലാണ് ഇപ്പോൾ കാനഡയിലെ ഏറ്റവും കുറഞ്ഞ മിനിമം വേജസ് ഉള്ളത്. അത് $15 ഇപ്പോഴത്തെ മിനിമം വേജസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നേരത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽബർട്ടയിലായിരുന്നു ഏറ്റവും കൂടിയ മിനിമം വേജസ് ഉള്ളത് എന്ന് പറയുന്നത്. ആൽബർട്ട സന്ദർശിച്ചപ്പോഴേക്കും എനിക്ക് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സാധനങ്ങൾ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴേക്കോ നമുക്ക് കുറച്ച് ടാക്സ് കുറവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ആൽബർട്ടയെ കൂടുതൽ പേരിലേക്ക് എത്തിച്ചതും, അതായത് കൂടുതൽ ആളുകൾ അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ജോലി സാധ്യതകൾ നോക്കിക്കഴിയുമ്പോഴേക്കും കാൽഗറിയിലും ടൊറൻറ്റോയിലും ഒക്കെ IT-ക്ക് വളരെയധികം സാധ്യതകളുള്ളതാണ്. എന്നാൽ ന്യൂ കമേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ടൊറൻറ്റോയാണ്. കാരണം വിദ്യാഭ്യാസ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ പല ജോലികൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങളും ടൊറൻറ്റോയിലുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കോഴ്സുകളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ടൊറൻറ്റോയിലാണെങ്കിൽ നിരവധി കോളേജുകളുണ്ട്. ഒരു ജോലി പോയിട്ടുണ്ടെങ്കിൽ മറ്റ് ജോലികളിലോട്ട് കയറണമെങ്കിൽ അതിനുള്ള അവസരങ്ങളുമുണ്ട്. അതൊക്കെയാണ് പല കാരണങ്ങൾ എന്ന് പറയുന്നത്. കാനഡയിലെ ഇപ്പോഴത്തെ വെതർ നോക്കിക്കഴിയുമ്പോഴേക്കും നമുക്കറിയാം വിൻ്റർ അടുത്ത് വരികയാണ്, ഫോൾ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. ഫോൾ സീസണിൽ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും മഞ്ഞ് വീഴ്ച ആരംഭിച്ചിട്ടുണ്ട്. ആൽബർട്ടയിലും സസ്കച്ചുവാനിലും ന്യൂ ബ്രൗൺസ്വിക്കിലും ഒക്കെയാണ് ഇപ്പോൾ മഞ്ഞ് പെയ്തു തുടങ്ങിയത്. എന്നാൽ പൂർണ്ണമായിട്ട് മഞ്ഞിൽ മൂടിയിട്ടില്ല കാനഡ. നമുക്കറിയാം ഇപ്പോൾ ഒണ്ടാരിയോയിൽ ചില ദിവസങ്ങളിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. അത് US-ലുണ്ടായിട്ടുള്ള ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ജോർജിയയിലും നോർത്ത് കരോളിനയിലും ഒക്കെ നിരവധി സ്ഥലങ്ങളിൽ പവർ കട്ട് ആവുകയും സൗകര്യങ്ങളൊക്കെ നിന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ US വാർത്തകളിൽ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അടുത്തൊരു പ്രധാന കാര്യം, കാനഡയിലെ ജനനനിരക്ക് ക്രമാതീതമായിട്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. കാനഡ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ കാനഡയിലെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞ ഒരു വാക്യം, കാനഡ ഈസ് ബിൽറ്റ് ഓൺ ഇമിഗ്രേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. കാനഡ എന്ന് പറയുന്നത് ഇമിഗ്രൻസിനാൽ സമ്പന്നമായ ഒരു രാജ്യമാണ്. പുറത്തുനിന്ന് ആളുകൾ ഇവിടെ വന്ന ശേഷമാണ് ഇവിടെ കുടുംബം വളരുകയും അതോടൊപ്പം തന്നെ ബിസിനസ്സുകൾ വളരുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്നാൽ കാനഡയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ജനനനിരക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഒരു പുതിയ മൂവ്മെൻറ്റ്, വൺ ആൻഡ് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി മതി, അത് കഴിഞ്ഞ് വേറെ കുട്ടികളൊന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ന്യൂ ജനറേഷൻ ആളുകൾ കടന്നു പോകുന്നതിനാലാണ് ഇങ്ങനെയൊരു കാര്യം വരുന്നത്. കൂടുതലും ആളുകൾക്കും പല ആങ്സൈറ്റികളുമാണ്. കാരണം കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ചിലവുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും, പിന്നെ അവരുടെ ജോലിയെ അത് അഫക്റ്റ് ചെയ്യും, അവരുടെ പേഴ്സണൽ ഫ്രീഡത്തെ അത് അഫക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം നമ്മുടെ മലയാളികളുടെയൊക്കെ ഇടയിലൊക്കെ ആണെങ്കിൽ മറ്റൊരു ട്രെൻഡുമുണ്ട്. നിരവധി കുട്ടികളുള്ള ഫാമിലികളുണ്ട്, 5-6 കുട്ടികളൊക്കെ ഉള്ളവർ ഉണ്ട്. തീർച്ചയായിട്ടും അവർ വളരെ ഹാപ്പിയായിട്ട് പോകുന്നു. ജനനനിരക്ക് ക്രമാതീതമായിട്ട് കുറയുന്നത് അത് വരും കാലങ്ങളിൽ ഇക്കോണമിയെയും അതോടൊപ്പം തന്നെ തൊഴിലുകളെയും ഒക്കെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഇമിഗ്രേഷനിൽ ഇപ്പോൾ പല റെസ്ട്രിക്ഷൻസും വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ടെമ്പററി ഫോറിൻ വർക്കേഴ്സിൻ്റെ വിസ കാര്യങ്ങളൊക്കെ ഇനി അധികം മുന്നോട്ട് ഉണ്ടാവില്ല എന്ന് ഗവൺമെൻറ് പോളിസിയിൽ പറയുന്നു. നമുക്കറിയാം അതോടൊപ്പം തന്നെ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് വഴി ആളുകൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെയും നമ്പറിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുവഴി ഏകദേശം 1,00,000 പേരുടെ വിസകൾ തടയാനാവുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞു വന്നിരിക്കുന്നത്. എന്നാൽ ഇനി നമുക്കറിയാം മുന്നോട്ട് വന്നു കഴിയുമ്പോഴേക്കും ഈ ജനനനിരക്ക് കുറഞ്ഞു കഴിയുമ്പോഴേക്കും കാനഡയിൽ വീണ്ടും ആളുകളെ ആവശ്യമായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇമിഗ്രേഷനെ തന്നെ കാനഡയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് കാരണം നമുക്ക് ആ സാധ്യതകളും തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ കാനഡയ്ക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഇത്തരം ന്യൂസുകളും കാര്യങ്ങളുമൊക്കെ വിശദമായിട്ട് പഠിക്കുക. കാരണം കാനഡയിൽ ഇനിയും സാധ്യതകളുണ്ടാവും. നമ്മുടെ ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ചകളിലാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് കരിയർ ടോക്സൊക്കെ നടത്തുന്നുണ്ട്. എൻ്റെ പേര് ബിജോ സെബാസ്റ്റ്യൻ. ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ചാനൽ കാണുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാനഡ അപ്ഡേറ്റ്സ് അതോടൊപ്പം തന്നെ കരിയർ ടോക്സ്, കരിയർ ഗൈഡൻസ് ഒക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടെ നടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സ് കറക്റ്റ് സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കഴിഞ്ഞ 2-3 മാസങ്ങളിലായിട്ട് സ്റ്റുഡൻസ് എല്ലാവരും, പ്രത്യേകിച്ചും കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സ്റ്റുഡൻസും അവരുടെ മാതാപിതാക്കളും ഒക്കെ കുറച്ചൊക്കെ ടെൻഷനിലായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അഥവാ സ്റ്റേ ബാക്കിനെ പറ്റിയുള്ള കുറേ കൺസേൺസ് ആയിരുന്നു. ഒരു പ്രധാന സർവേ തന്നെ IRCC നടത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസിൻ്റെ പഠനത്തിന് ശേഷം അവർക്ക് ഇവിടെ സ്റ്റേ ബാക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു അതിൽ
പല ക്വസ്റ്റ്യൻസ് ആയിട്ട് പല കോളേജുകളോട് അവർ ചോദിച്ചിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനത്തിൽ ഒരു അപ്ഡേറ്റ് നമുക്ക് IRCCയുടെ വെബ്സൈറ്റിൽ cic.gc.ca നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നവംബർ 1-ാം തീയതിക്ക് മുമ്പായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് അവർക്ക് പഴയതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ലഭിക്കുമെന്നുള്ളതാണ്. അതായത് 1 വർഷത്തെ പഠനത്തിന് ശേഷം 2 വർഷവും 2 വർഷത്തെ പഠനത്തിന് ശേഷം 3 വർഷവും ലഭിക്കാനുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ അവർ കോഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം പൂർത്തീകരിക്കണം. പിന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു വിജ്ഞാപനം, അതിൽ 2 ലാംഗ്വേജ് റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും CLB 5 എന്ന് പറയുന്ന ലെവലാണ് വേണ്ടത് നമുക്കിപ്പോൾ സ്റ്റുഡൻസായിട്ട് കോളേജുകളിൽ പഠിക്കുന്നവർക്ക്. അതോടൊപ്പം തന്നെ CLB 7 ആണ് വേണ്ടത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർക്ക്. അത് 2 രേഖകളും ഉണ്ടെങ്കിലേ ഉള്ളൂ തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ IELTS ജനറലോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളായിട്ടുള്ള PTO പിന്നെ സെൽപിപ്പ്, ഇനി നമ്മുടെ SPS സർവീസസ് സെൽപിപ്പ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലാംഗ്വേജ് ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ചും സെൽപിപ്പ് പഠിച്ചിട്ട് എഴുതുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ എക്സാം ഫീസ് പോകും. അത് കാരണമാണ് കൂടുതലും ആളുകൾ ട്രെയിനിങ് എടുക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ഗൈഡൻസ് സെമിനാർ നമ്മൾക്കുണ്ടായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷന് നമ്മുടെ ലൈവിൽ IRCC കൺസൾട്ടൻറ്റുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ആഴ്ചത്തെ ലൈവ് സെഷനിൽ കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചില പ്രധാന അപ്ഡേറ്റുകൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇനി നവംബർ 1-ന് ശേഷം സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ കറക്റ്റായിട്ടുള്ള കരിയർ ഗൈഡൻസ്, കരിയർ മെൻറ്ററിങ് എടുത്ത ശേഷമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാവുള്ളൂ. അതിനുള്ള സർവീസൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. SPS ഇന്റർനാഷണൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും IRCC കൺസൾട്ടന്റിന്റെ സേവനം തേടുന്നത് നല്ലതായിരിക്കും. ആപ്ലിക്കേഷനിൽ പ്രത്യേകിച്ചും നമുക്കറിയാം ഇനിയിപ്പോൾ കരിയർ സെലക്ഷൻ എന്ന് പറയുന്നത് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ അഗ്രികൾച്ചർ, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ളത്, തീർച്ചയായിട്ടും STEM ഉണ്ട്, സയൻസ്, ടെക്നോളജി, മാത്സ് എല്ലാം വരുന്നുണ്ട്. അതിലെ പ്രത്യേക പ്രൊഫഷനുകളിലേക്കുള്ള കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ധാരാളം കോഴ്സുകൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 906 കോഴ്സുകളോളം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഒരു കോഴ്സാണ് എടുക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള അറിവോടുകൂടി അതോടൊപ്പം തന്നെ ഗൈഡൻസോടുകൂടി തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ബാക്ക് ലഭിക്കും. സ്റ്റേ ബാക്ക് ലഭിച്ച ശേഷം PR-ലേക്കുള്ള പാത്ത് വേസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള നല്ല ഡിസിഷനിലേക്ക് നിങ്ങൾ പോവുക. പ്രത്യേകിച്ചും ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള ജനറൽ കോഴ്സുകളാണ് ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും വെള്ളിയാഴ്ചയുള്ള ലൈവ് സെഷനിൽ തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. കാനഡയിൽ നിരവധി സ്റ്റഡി പെർമിറ്റുകളാണ് കഴിഞ്ഞ വർഷം നിരസിച്ചത്. നിരവധി ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പലരുടെയും പല കാരണങ്ങളാലും അപേക്ഷകൾ നിരസിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിരസിച്ച അപേക്ഷകളെല്ലാം വീണ്ടും പുനഃപരിശോധിക്കുകയാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേക പൈലറ്റ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഒക്ടോബറിൽ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ അപേക്ഷകൾ കൊടുത്തിട്ട് നിരസിച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ വീണ്ടും പരിഗണിക്കപ്പെട്ടേക്കാം. കാനഡയിലെ പണപ്പെരുപ്പം ഇപ്പോൾ കൺട്രോൾഡ് ആണ്. 2% ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ നിരക്ക് എന്ന് പറയുന്നത്. ഇതാണ് ബാങ്ക് ഓഫ് കാനഡ ഉദ്ദേശിച്ച ആ ഒരു നിരക്ക് എന്ന് പറയുന്നത്. അത് കാരണമാണ് ഇപ്പോൾ അവർ ഇൻട്രസ്റ്റ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ആളുകൾക്ക് അടയ്ക്കേണ്ടിയിരുന്നത്, പ്രത്യേകിച്ചും ഹോം ലോണുകളിലും സ്റ്റഡി ലോണുകളിലും ഒക്കെ. ഇനിയിപ്പോൾ അതിലൊരു കുറവ് വന്നിരിക്കുകയാണ്. ആ ഒരു കുറവ് വന്നത് കാരണം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ലിസ്റ്റിങ്സ് കൂടി വന്നിരിക്കുകയാണ്. കൂടുതൽ സെയിൽസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പുതുതായിട്ടൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീട് വാങ്ങാനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും 30 വർഷം കൊണ്ട് അടച്ചു തീർക്കാവുന്ന ലോണുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് പുതുതായിട്ട് വീടുകളൊക്കെ വാങ്ങുന്നവർക്ക്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. പല രാജ്യങ്ങളിലും യുദ്ധങ്ങളും സംഘർഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നിരവധി ആളുകൾ കാനഡയിലേക്ക് അഭയം പ്രാപിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഉക്രൈനിൽ നിന്ന് 28,000 പേരാണ് കഴിഞ്ഞ വർഷം വന്നത്. ഈ വർഷം പാലസ്റ്റൈനിൽ നിന്നും കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ലെബനണിൽ നടക്കുന്ന യുദ്ധം, അവിടെ നിന്നും നിരവധി കനേഡിയൻസിനോട്, അതായത് കനേഡിയൻ സിറ്റിസൺസ് ആയിട്ടുള്ളവരോട് അവിടെ നിന്നുള്ള എവാക്യുവേഷൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങോട്ട് വരുന്നത് കാലിയായിട്ടാണ് വരുന്നത്. കാരണം ആളുകൾക്ക് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ട്രാവൽ ചെയ്ത് അവിടെ എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. റെഫ്യൂജീസ് ആയിട്ട് ഇവിടെ വരുന്നവർ കൂടുതലും ഒണ്ടേരിയോയിലും ക്യൂബക്കിലുമാണ് പോകുന്നത്. അത് കാരണം സംസ്ഥാന ഗവൺമെൻറ്റുകളെല്ലാവരും
തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈക്വലായിട്ട് ആളുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളത്. ഫെഡറൽ ഗവൺമെൻറ് അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ക്യൂബക്ക് പ്രീമിയർ പറഞ്ഞിരിക്കുന്നത് ഈ ഡയറക്റ്റായിട്ട് വരുന്നവരെ, റെഫ്യൂജീസ് ആയിട്ട് വരുന്നവരെ അവിടെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരും ഇവിടെ റെഫ്യൂജി വിസ ക്ലെയിം ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. അതേ സംബന്ധിച്ചുള്ള കൺസേൺസ് ഒക്കെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഫ്യൂജീസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്ന് പറയുന്നത് അവർക്ക് മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണത് ചെയ്യുന്നത്. അതിന് ഒത്തിരി കേസസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. അതിനുശേഷം ഒരു കേസ് ഡിസിഷൻ വന്നെങ്കിലേ ഉള്ളൂ അവർക്കിവിടെ പെർമനൻറ്റ് റെസിഡൻസ് ആയിട്ട് തുടരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരും ഡിപ്പോർട്ടേഷൻ നേരിടും. ഓരോ ദിവസങ്ങളിലും ഇത്ര നമ്പർ ആളുകൾക്കാണ് ഡിപ്പോർട്ടേഷൻ ഓർഡർ ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പല ആളുകളും ഡിപ്പോർട്ടേഷൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെയൊക്കെ തന്നെ തങ്ങുകയാണ്. അറിയില്ല എങ്ങനെയാണ് അവരവിടെ ജോലി ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും. കാരണം ഇത്തരം ഓർഡേഴ്സൊക്കെ ലഭിച്ചിട്ടുള്ളവർക്ക് സിൻ നമ്പറൊക്കെ ക്യാൻസലായി പോകും, പിന്നെ വർക്ക് പെർമിറ്റ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അവർ വലിയ ട്രബിളിലാവും. അപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിലും റെഫ്യൂജി വിസ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കുക. അത് അഭയം പ്രാപിക്കുന്നവർക്ക് വേണ്ടിയുള്ള വിസയാണ്, അല്ലാതെ നമുക്ക് വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റോ വഴി വരുന്ന ഒരു സംവിധാനമല്ല. അത് കാരണം വളരെ ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുക. ടെമ്പററി ഫോറിൻ വർക്കേഴ്സിൻ്റെ മാനദണ്ഡങ്ങളിലും ഒത്തിരി ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കാനഡയിലേക്ക് ഇനിയിപ്പോൾ സാധാരണ ജോലികൾക്ക് വേണ്ടി വരാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും പാക്കേജിങ്, ഫ്രൂട്ട് പിക്കിങ്, ഇത്തരം ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മളിപ്പോൾ കാണാറുണ്ട്. അത് സംബന്ധിച്ചൊന്നും ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുകയില്ല. പകരം ഹൈ പ്രൊഫൈൽ ജോലികൾക്കാണെങ്കിൽ, പ്രത്യേകിച്ചും $28 മുകളിലേക്ക് വേതനം ലഭിക്കുന്ന ജോലികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫാമിലിയെ കൊണ്ടുവരണമെങ്കിലും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഫാമിലിയെ കൊണ്ടുവരണമെങ്കിലും ഹൈ പ്രൊഫൈൽ ജോലികളായിട്ടുള്ളവർക്കേ ഉള്ളൂ നമുക്കിവിടെ ഫാമിലിയായിട്ട് താമസിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇമിഗ്രേഷൻ ന്യൂസിലെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. US വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും US-ലെയും പലിശ നിരക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിരക്ക് എന്ന് പറയുന്നത് 4.75 to 5 ആണ് ഇപ്പോഴത്തെ ബാങ്ക് നിരക്ക് എന്ന് പറയുന്നത്. ഇനിയും അത് കുറയാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും US-ലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കാനഡയെയും തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. നിരവധി ആളുകൾ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും US-ൽ നിന്നും ഈ ന്യൂസുകളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇലക്ഷൻ അടുത്ത് തന്നെ വരികയാണ്. ഇലക്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ US-ൽ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനി നടക്കാനിരുന്ന ഒരു സംവാദത്തിൽ നിന്ന് ട്രംപ് പിന്മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഇനി ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പല അപ്ഡേറ്റ്സും ഉടനുടൻ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും കമലാ ഹാരിസ് ആണോ അതോ ട്രംപാണോ നമുക്ക് ജയിക്കുന്നതെന്ന് അറിയില്ല. കമലാ ഹാരിസ് ഒരു പടി മുന്നിലാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ചകളിൽ US വിസിറ്റ് നടത്തുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടും US-ലേക്ക് ഉള്ള അപ്പോയിൻമെൻറ്റ് സ്ലോട്ട്സുകൾ ഇന്ത്യൻസിന് വേണ്ടിയുള്ളത് കൂട്ടിയിരിക്കുകയാണ്. ഇനി അതായത് 2 ലക്ഷം പേർക്ക് അപേക്ഷിക്കാനാവും US വിസകൾക്ക് വേണ്ടി. അതിനുവേണ്ടിയുള്ളൊരു സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു നല്ല വാർത്തയാണ്. തീർച്ചയായിട്ടും നിരവധി ആളുകൾ US-ലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ US-ലേക്കുള്ള ഇമിഗ്രേഷൻ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയാറില്ല. തീർച്ചയായിട്ടും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് US ചാനൽസൊക്കെ വാച്ച് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അറിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ US ന്യൂസുകൾ ഇവിടെ ഉൾപ്പെടുത്തുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, കാനഡയും US-ഉം അയൽ രാജ്യങ്ങളാണ്. ഇനിയിപ്പോൾ US-ൽ പോയി കുറേ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും ഇലക്ഷനോടനുബന്ധിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. US-ലുള്ളവരും കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വലുതാണ് ചാനലിൻ്റെ ഗ്രോത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്തിനും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബേസ്ഡാണ് ഞാൻ എപ്പോഴും ലൈവ് സെഷൻസ് നടത്തുന്നത്, അതോടൊപ്പം തന്നെ കോണ്ടൻറ്റ്സ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയും ദിവസവും ആശംസിക്കുന്നു. നമ്മുടെ ലൈവ് സെഷൻ ഇനി അടുത്ത വെള്ളിയാഴ്ച 10:30 ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരിക, കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റുകളുടെയും മറുപടി ആ ലൈവ് സെഷനിൽ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു CPR സെഷൻ നടക്കുന്നത് നമ്മുടെ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇവിടെ നടക്കുന്നത് ഒക്ടോബർ 7 നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാവുന്നതാണ്, വന്ന് പങ്കെടുക്കാവുന്നതാണ്. പുതിയതായിട്ട് PR-ൽ വന്നിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള നിരവധി സേവനങ്ങൾ ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒക്ടോബർ 21 നമുക്ക് ഇനിയൊരു CPR സെഷൻ ലണ്ടൻ ഒണ്ടേരിയയിൽ നടക്കുന്നുണ്ട്. അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ നമുക്ക് ഒക്ടോബർ 25 വാങ്കോവറിൽ ഒരു ഇമിഗ്രൻ്റ് ഫെയർ നടക്കുന്നുണ്ട്. ജോബ് ഫെയർ ആണ്. അവിടെ നിങ്ങൾക്ക് വരാവുന്നതാണ്. കരിയർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും ഈ ഫെയറുകളിലോട്ടൊക്കെ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ചയും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.